അമ്മയോടൊപ്പം 28-ാം ദിനം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന കൊച്ചു കാര്യം, മേരി ദ മദർ ഹു ലീഡ്സ് അസ് ടു ക്രൈസ്റ്റ്. ക്രിസ്തുവിലേക്ക് നമ്മെ നയിക്കുന്ന അമ്മയെക്കുറിച്ച്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കും. യേശുവിൻ്റെ അമ്മ പരിചാരകരോട് പറയുകയാണ്, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവൻ. അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവൻ. പ്രിയം നിറഞ്ഞവരെ, പരിശുദ്ധ കന്യകാമറിയം പരിചാരകരോട് പറയുന്നത്, ഈശോ എന്താണ് ആവശ്യപ്പെടുന്നത് അത് ചെയ്യുക. നിങ്ങൾ അവരോട് ഒന്നും ചോദിക്കേണ്ട, അവൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്യുക. ഈശോയുടെ ദൗത്യത്തിലുള്ള വലിയ വിശ്വാസവും ബോധ്യവും പരിശുദ്ധ കന്യകാമറിയത്തിനുണ്ട്. ഈശോ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്താൽ അത്ഭുതം സംഭവിക്കുമെന്ന് പരിശുദ്ധ കന്യകാമറിയത്തിന് അറിയാം. അതുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയം പറയുക, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുക. പ്രിയപ്പെട്ടവർ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കിഷ്ടം, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ്, നമ്മുടെ ഇഷ്ടം നിറവേറാനാണ് നമുക്കൊക്കെ ആഗ്രഹം. പക്ഷെ പരിശുദ്ധ കന്യകാമറിയം പറയുകയാണ്, യേശുവിൻ്റെ ഇഷ്ടം എന്താ, യേശു പറയുന്നത് എന്താ, അത് നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് എളുപ്പമുള്ള കാര്യമല്ല. യേശുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, യേശു പറയുന്നതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ യേശു പറയുന്നതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ചാൽ, അവൻ പറയുന്നത് പോലെ ചെയ്താൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും. വെള്ളം വീഞ്ഞാക്കിയവന് എന്തും ചെയ്യാൻ സാധ്യമാണ്. അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയം പറയുന്നത്, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം, ആഗ്രഹിക്കാം. എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണെന്ന് തിരിച്ചറിയുവാനും, ഈശോ എന്നെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ഈശോയോട് തന്നെ ചോദിക്കുവാനും, എന്നിട്ട് ഈശോ പറയുന്നത് പോലെ ജീവിതത്തെ ക്രമീകരിക്കുവാനും നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധ കന്യകാമറിയം പറയുന്നു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവൻ. ഈശോ പറയുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാം. നമ്മുടെ ജീവിതത്തിലും അത്ഭുതം കാത്തിരിപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, വെള്ളം വീഞ്ഞാക്കിയവന് ഇനിയും അനേകം അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലും പ്രവർത്തിക്കാൻ കഴിയും. നമുക്കും കാത്തിരിക്കാം, ഈശോ പറയുന്നത് ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.